ആദ്യം സുജയെ കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്താവതരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി കാണുമ്പോൾ ഇത്രയും അഹങ്കാരിയായ ഒരു അവതാരകയോ എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്ക് ബഹുമാനത്തോടെ മറ്റുള്ളവരോട് സംസാരിച്ചുകൂടെ എന്നൊക്കെ പലർക്കും തോന്നാമായിരിക്കാം. എന്നാൽ സുജയ പാർവതി വളർന്നു വന്ന വഴികളൊക്കെ കഠിനമായിരുന്നു. ഈ പെൺകുട്ടി ഇപ്പോൾ ലോകമറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളം, ഇന്ത്യ അറിയുന്ന ഒരു വാർത്താ ചാനലിലെ അവതാരക തന്നെയാണ് സുജയ പാർവതി. ഏതൊരു പാർട്ടിക്ക് അനുകൂലമായി നിലപാടെടുത്താലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സുജയ പാർവതിക്ക് അറിയാം. അച്ഛൻ വളർത്തിയ ഒരു പെൺകുട്ടിയാണ്, ഒരു മകളാണ് സുജയ എന്നതാണ് സത്യം. അച്ഛൻ ഇഷ്ടത്തിനൊക്കെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൃഷിക്കാരനായ അച്ഛൻ്റെ ഒപ്പം ചാരെ തോളിൽ നടന്ന ഒരു സുന്ദരി മകൾ തന്നെയായിരുന്നു സുജയ പാർവതി. ആ സുജയാണ് ഇന്ന് ഈ നെറുകയിൽ നിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞ് 5-ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടി കൂടിയാണ് സുജയ. ആ സുജയെ വളർത്തിക്കൊണ്ടുവന്നത് അച്ഛനാണ്. അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണയും ഒക്കെ അറിഞ്ഞ് ആ കരുതലിൽ വളർന്ന ഒരാളാണ് സുജയ പാർവതി. അതിൽ ഞാൻ വളരെ ലക്കിയാണ്. എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതേക്കുറിച്ച് എല്ലാവരും പറയും. നമുക്ക് ഈ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറഞ്ഞു, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് പറയാം അമ്മയില്ല അങ്ങനെ, പക്ഷെ ഞാൻ അതിലല്ല, ഞാൻ അച്ഛനുണ്ട്, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നില്ല എന്നുള്ളത് വെച്ച് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അച്ഛനുണ്ട്, അച്ഛനാണ് എന്നെ വളർത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഭർത്താവുണ്ട്. അച്ഛൻ മരിച്ചു, അച്ഛനും അമ്മയും ഇല്ല. ആ ഇല്ലായ്മയെ കുറിച്ചല്ല, എനിക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ കരിയറിലായാലും അതെ, എന്തുണ്ട് അല്ലെങ്കിൽ എന്തിനി ഉണ്ടാക്കിയെടുക്കാം, എന്തിലേക്ക് ഇനി പോകാം, അതാണ് എപ്പോഴും എൻ്റെ ഫോക്കസ്. അത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ സമയത്ത് തന്നെ ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ട്രോളുകൾ വരുന്നു, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ സുജയ വേറൊരു രീതിയിലാണ് ഇതിനെ മൊത്തം കൺസീവ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ട്രോൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രോൾ എനിക്ക് ഇഷ്ടമാണ്, ട്രോളന്മാരെ ഇഷ്ടമാണ്. ഞാൻ ഈ ട്രോളൊക്കെ വായിക്കാറുണ്ട്. എല്ലാ ട്രോളൊക്കെ മിക്കവാറും ആരെങ്കിലും അയച്ചു തരുമല്ലോ. അപ്പോൾ ട്രോൾ ചെയ്യുമ്പോഴേക്കും ഞാനിപ്പോൾ ആലോചിക്കും, ഇതൊക്കെ കണ്ട് കുറച്ച് പേർക്കെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കുറച്ച് പേരെങ്കിലും ചിരിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാനും ചിരിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് എഴുതുന്നത് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു. ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്? കമന്റ്സ് വായിക്കും, എല്ലാം വായിക്കാറുണ്ട്, കമന്റ്സ് വായിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആയാലും വീഡിയോസിന്റെ ഒക്കെ കട്ട്സ് ഒക്കെ വരുമല്ലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആയാലും ഒക്കെ കട്ട്സ് വരും, അല്ലെങ്കിൽ മറ്റ് ഇതിന്റെയൊക്കെ കട്ട്സ് വരും, അതിനിടയിലൊക്കെ കമന്റ്സ് വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ്, അതാണല്ലോ ഇപ്പൊ ചർച്ചാ വിഷയം. എന്നെ വിളിക്കാനുള്ള ഒരു കാരണം അതാണല്ലോ. അപ്പൊ അതിലെ എന്തെങ്കിലും ഒന്ന് അറിയാതെ പറഞ്ഞു പോയി, അതെങ്ങാനും അബദ്ധത്തിൽ തഗ്ഗായി പോയി കഴിഞ്ഞാൽ, അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്, തഗ്. അപ്പൊ അങ്ങനെ തഗ്ഗായി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ടങ്ങ് ട്രോളന്മാർക്ക് ചാകര എന്ന് പറഞ്ഞു വീണ്ടും അവളെത്തി എന്നുള്ള മട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ, അതായത് ചിലതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും, അതും ചിലപ്പോൾ തമാശയാവും, പക്ഷെ അത് കുറച്ച് പേർക്ക് സന്തോഷം വരുന്നുണ്ട്. ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിന് ഇത്രയും ചിരിച്ചില്ലേ? അപ്പൊ അത് നമ്മൾ ആ ഒരു സംഭാഷണത്തിൽ ആ ഒരു വൈബ് വന്നുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. യൂഷ്വലി നമ്മൾ ജേർണലിസ്റ്റ്, നമ്മളിപ്പോൾ എന്റർടൈൻമെന്റ് ആങ്കേഴ്സ്, ന്യൂസ് ജേർണലിസ്റ്റ് വേറെ തന്നെ ഒരു കാറ്റഗറി തന്നെയാണ് പോകുന്നത്. ജേർണലിസ്റ്റുകൾ പൊതുവെ വളരെ സീരിയസ് ആയിട്ട് നിന്ന്, ഇനിയിപ്പോ ചിരി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ചിരിക്കില്ല. ഞാൻ ഓണർ ചിരിക്കാറുണ്ടല്ലോ. അതാണ് ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ മാറി കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നെ ട്രോളാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു നിങ്ങൾ തമ്മിലുള്ളൊരു കാറ്റ് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആണും പെണ്ണും ആയതുകൊണ്ട് കാറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ, ഞങ്ങൾ ടോം ആൻഡ് ജെറി, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ്, രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എഗെയിൻ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട്. അല്ല, ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാള്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് എവിടെയോ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹവും കൂടി എനിക്ക് ഫീൽ ചെയ്യാം. എവിടെയോ അല്ല, ശരിക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 24ലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ കുറെ റീസൺസ് പറഞ്ഞല്ലോ, ഒരു റീസൺ ഡോക്ടർ അരുൺകുമാർ. അതെ, കാരണം നമുക്കൊരു അപ്പുറത്തൊരാളുണ്ടെങ്കിൽ, ചില നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അപ്പുറത്തൊരാൾ ഉണ്ടെങ്കിൽ ആ ആക്ഷന് റിയാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അരുണിനാണ്. തിരിച്ചും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ഇന്റർവ്യൂവിന് ഡോക്ടർ അരുണിനെ വിളിക്കണേ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുമ്പോഴേക്കും അത് ഇതുവരെ മലയാളം ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോ കൺസീവ് ചെയ്യുമ്പോൾ ആൻഡ്രോ സാറും, ഞങ്ങളുടെ MD ആൻഡ്രോ സാറും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അയ്യൂരും ഞങ്ങളുടെ ആ ഒരു എഡിറ്റോറിയലിന്റെ ഭാഗമാണ്. ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു ഷോയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം
ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഇതെന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മലയാളം ന്യൂസ് ചാനൽസിൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ എന്താണോ പേഴ്സണൽ പൊളിറ്റിക്സ് എന്താണോ, നമ്മുടെ വ്യൂ പോയിന്റ് എന്താണോ, അത് ഓൺ എ ഗിവൺ സബ്ജക്ട് നമുക്ക് പറയാൻ പറ്റുന്നു, നമ്മുടെ ഒരു നിലപാട് പറയുന്നു. അപ്പൊ അതും എന്നെ കളിയാക്കാറുള്ളതാണ് കേട്ടോ, നിലപാട് ഞാൻ മാറ്റില്ല. അത് എനിക്കുള്ള ഒരു ട്രോളാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു വാതിൽ തുറന്നു കിട്ടുകയാണ്. അതായത് ന്യൂസ് ചാനൽ മേഖലയിൽ ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നിടുകയാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് ഞാൻ ഇന്ന് പറയും. ഇത് ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ പറയും അന്ന് വാതിൽ തുറന്നിട്ടത് ഇതാണ്. നിലപാടുകളുടെ രാജ്ഞി പറയാണ്. അല്ല, ആത്മാർത്ഥമായിട്ട് വിളിച്ചതാണെങ്കിൽ ഞാനതങ്ങ് എടുക്കും. മാർക്ക് മൈ വേർഡ്സ്. നമ്മുടെ പേഴ്സണൽ ഇമോഷൻസിനെ നമ്മൾ പലപ്പോഴും കട്ട് ചെയ്ത് നമ്മൾ പുറത്തെത്തിക്കാറില്ല. ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, സങ്കടം വന്നു കഴിഞ്ഞാലും കടിച്ചമർത്തുക, സന്തോഷം ഓവറായിട്ട് സന്തോഷം വന്നാലും ഭയങ്കരമായിട്ട് ചിരിക്കാതെ വളരെ ലൈറ്റായിട്ട് മാത്രം ചെറുതായിട്ടൊരു ചിരിയിൽ ഒതുക്കി പോകാൻ ശ്രമിക്കാറുണ്ട്. ഈ ജോലിയിലുള്ള നമ്മുടെ ഒരു അങ്ങനെ ആവണം എന്നൊരു തെറ്റിദ്ധാരണ 90% അങ്ങനെയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയത് ഉമ്മൻചാണ്ടി സാറിനെ മരണ സമയത്ത് സുജയ കരയുന്ന കണ്ടപ്പോൾ ഞാൻ അത് കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അല്ല, ഞാനത് അപ്പം മാത്രമല്ല, അതിന് മുമ്പ് സംസാരിക്കുമ്പോഴായാലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയത്താണ്. ഇപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ പെടുന്ന വാകത്താനം പഞ്ചായത്തിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം അടക്കം കഴിഞ്ഞു പോയത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയ നേതാവല്ല. അവിടെ എനിക്ക് വിഷമം വരും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അതിനകത്തിരിക്കുന്ന ആളുകളുടെ, കാരണം ചാണ്ടി ഉമ്മൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ടാണ് വിലാപയാത്രയുടെ വാഹനത്തിനടുത്ത് ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് തൊട്ടടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ചത് എന്ന് കൂടി ആലോചിക്കൂ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ആ കുടുംബവുമായോ അല്ലെങ്കിൽ കോൺഗ്രസുമായോ അവിടേക്ക് എനിക്കൊരു കണക്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അകത്തേക്ക് കയറി അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ മാറി നിന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേ വാഹനത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും കയറിയിരുന്നു. അവിടെ ഒരിക്കലും എനിക്ക് അത് റേറ്റിംഗിന് വേണ്ടി കരയേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഇമോഷണലാണ്. ഇമോഷണൽ ആകുന്ന മനുഷ്യരൊന്നും പവർഫുൾ അല്ല എന്ന ചിന്തയും എനിക്കില്ല. കാരണം സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇമോഷൻ എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് അത് പ്രതിഫലിപ്പിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അല്ലാതെ മറ്റൊന്നും അങ്ങനെ ഒരു സുജയ പാർവതി ഇല്ല. എന്താണോ ഇപ്പൊ കാണുന്നത് ഇതേ സുജയ പാർവതിയെ ക്യാമറയ്ക്ക് മുന്നിലും കാണും. അതായത് ഞാൻ പറഞ്ഞ ന്യൂസ് ഫ്ലോറിലും കാണും. അവിടെ ചെന്നപ്പോൾ അത് എനിക്ക് ആത്മാർത്ഥമായി എൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. ആ കണ്ണ് നിറഞ്ഞതിനെ മറ്റു തരത്തിൽ വികലമാക്കി അതൊക്കെ അവതരിപ്പിച്ചോട്ടെ, അതിപ്പോ ആര് പറഞ്ഞാലും എനിക്കതിലൊന്നും കുഴപ്പമില്ല. പിന്നെ എൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് അറിയാം. കാരണം ഉമ്മൻചാണ്ടിയുമായി ആ ഒരു കണക്ട് ഉള്ളത് കൊണ്ട്, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് എനിക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ടുമാണ്. എൻ്റെ രാഷ്ട്രീയത്തെ പരിഹസിച്ചുകൊണ്ടൊക്കെ ന്യൂസ് ഫ്ലോറിൽ അടുത്ത കൗണ്ടിംഗ് ഡേയിൽ ചോദിച്ചു, ഉമ്മൻചാണ്ടിക്ക് ആണല്ലോ അത് എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളുടെ വോട്ടൊക്കെ മാറിപ്പോയത്. ഞാൻ പറഞ്ഞു, അത് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ആദരവാണ്. അത് ട്രോൾ ചെയ്താലും ഞാൻ അത് ഇന്നും പറയും. ഇപ്പോൾ ചാണ്ടി ഉമ്മന് കിട്ടിയ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാർ ഒന്നാകെ ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ്. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ഉമ്മൻചാണ്ടിയോടൊരു ഇഷ്ടം പുതുപ്പള്ളിക്കുണ്ട്. അത് ഏത് പൊളിറ്റീഷ്യൻ, ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളായാലും, എൻ്റേതൊരു കോൺഗ്രസ് കുടുംബമൊന്നും അല്ല, പക്ഷേ ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്. ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ വീട്ടുകാരടക്കം ചാണ്ടി ഉമ്മനായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന്. എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് ആ വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായയാണ്. ഉമ്മൻചാണ്ടി എനിക്കിഷ്ടം ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളിലേക്ക് ഇറങ്ങണം. എനിക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ് എനിക്കും താല്പര്യം. കാരണം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ രാഷ്ട്രീയമായി ഇഷ്ടപ്പെടാത്തവർ പോലും അദ്ദേഹം ജനങ്ങളുമായി ഉണ്ടാക്കിയ കണക്റ്റിനെ അഭിനന്ദിക്കാതെ പോകില്ല. അപ്പോൾ ആ കണക്ട് കുട്ടിക്കാലം മുതൽ കണ്ടറിഞ്ഞ് വന്നയാളാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നത് എന്നാണെന്നറിയുമോ, എനിക്കൊരു 5 വയസ്സ് 6 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അന്ന് അവിടെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റാണോ മെമ്പറാണോ ആ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല, ജോഷി ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ DCCയുടെ മുൻ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ പറഞ്ഞു, കുഞ്ഞിനെ ഒന്ന് പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് ഈ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എനിക്കിത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ചെന്നപ്പോൾ വീണ്ടും ജോഷി ഫിലിപ്പിനെ കണ്ടപ്പോഴേക്കുമാണ് ജോഷി ചേട്ടൻ പറയുന്നത്, അന്ന് എടുത്തോണ്ട് പോയി പ്രസംഗിപ്പിച്ച ആളാണ് ഇവിടെ വന്ന് ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആ നാടുമായുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പോൾ ജോഷി ഫിലിപ്പ് എന്ന നേതാവിന് ഇന്നും എന്നോട് ആ കുട്ടി എന്നുള്ളൊരു കരുതലുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മരിക്കുമ്പോൾ എനിക്ക് ആ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചാണ്ടിയുമ്മനെയോ അച്ചുമ്മനെയോ ഒക്കെ മാധ്യമങ്ങളൊക്കെ വിമർശിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരെ എടുത്ത് ട്രോളുമായിരിക്കും. പക്ഷേ ഞാൻ കണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അതിപ്പോൾ CBI റിപ്പോർട്ടൊക്കെ വന്നല്ലോ, അത് മീറ്റ് എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്തപ്പോഴേക്കും ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇരുന്ന് വാദിക്കുന്നതും കണ്ടു കാണുമല്ലോ. അത് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനെന്നെ ആരെന്ത് വിമർശിച്ചാലും ഞാൻ ആ ഒരു ഇതിലേക്ക് പോകില്ല. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അതിലും പോസിറ്റീവ് ഉണ്ട്.
അന്ന് ഞാൻ എനിക്ക് സങ്കടം വന്നിട്ട് കരഞ്ഞതാണ്, അല്ലാതെ അങ്ങനെ എനിക്ക് സങ്കടം വരാതെ ഇപ്പൊ ഞാനത് പറയുമ്പോൾ പോലും എന്റെ നേരത്തെ ടോണിൽ നിന്ന് മാറിയിട്ടാണ്. അത് എനിക്ക് അങ്ങനെ, ഞാനൊരു അഭിനേതാവല്ല, ഞാനൊരു മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് കണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്താ പറയുക, ഞാൻ ഇതിനിടയിൽ ചോദിക്കാനായിട്ട് ഞാൻ ഇടയിൽ കയറാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പറയാനുള്ളത് പൊതുവേ ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുന്നു, അവരെ ആൻസേഴ്സ് കിട്ടുന്നു. പക്ഷേ പല സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയിൽ കയറി ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസരം വരത്തില്ലേ? പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ക്യൂസ് വരും, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് പറയണം, അല്ലെങ്കിൽ ഒന്ന് ഇടപെടണം, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഇടപെട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച സന്ദർഭങ്ങളുണ്ട്, പക്ഷെ ഇടപെടണ്ടായിരുന്നു, പറഞ്ഞു തീർത്തോട്ടെന്ന് വെക്കായിരുന്നു, ഇനി പോക്കോട്ടെ എന്നുള്ളതാണോ? അല്ല, പറഞ്ഞോട്ടെ എന്ന് വെക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. പിന്നെ ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, അതും ആ ന്യായത്തിൽ യുക്തിയില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. അതായത് മുട കണ്ടാൽ ഇടപെടും. അടുത്ത വൈറൽ കട്ടായല്ലോ അല്ലേ? അതെ അതെ അതെ. ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയൊരു വിഷയം എന്ന് പറയുന്നത് ഇമോഷണൽ ആവുന്നു എന്ന് പറഞ്ഞതിന് മുന്നേ, അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ സെൻസിറ്റീവ് ആണ്. അതെന്റെ അടുത്തുള്ള, അതായത്